അങ്ങനെ ഒടുവിൽ മുകേഷിൻ്റെ പേരിൽ പോലീസ് കേസെടുത്തു. ഇനി അറിയേണ്ടത് മുകേഷ് MLA സ്ഥാനം രാജിവെക്കുമോ എന്നാണ്. നടിയുടെ ലൈംഗിക പീഡന പരാതിയിലാണ് മുകേഷിനെതിരെ പോലീസ് കേസെടുത്തത്. കൊച്ചി മരട് പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മുകേഷിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അതിനു മുൻപ് മുകേഷ് മുൻകൂർ ജാമ്യം തേടിയേക്കും. അതിനാണ് സാധ്യത. അങ്ങനെ മുൻകൂർ ജാമ്യം കിട്ടിയാലും ഇല്ലെങ്കിലും ഒരു MLA ആയി തുടരുന്നത് ശരിയാണോ? അതിലൊരു ധാർമ്മികതയില്ലേ? അതാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ചോദ്യം. ഇന്ന് രാവിലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്ന ഒരു ചോദ്യമാണത്. അതിനൊരു ധാർമ്മികതയില്ലേ? മുകേഷ് ഒഴിയണോ വേണ്ടായോ എന്ന് അവരുടെ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇനിയും പാർട്ടി മുകേഷിനെ സംരക്ഷിച്ചാൽ അത് കൊല്ലത്തെ CPM-ന് ദോഷം ചെയ്യും. ഇന്നലെ പ്രത്യേക അന്വേഷണ സംഘം നടിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കേസെടുത്തത്. കൊച്ചി സ്വദേശിയായ നടിയുടെ 7 പരാതികളിൽ രജിസ്റ്റർ ചെയ്യുന്ന രണ്ടാമത്തെ കേസാണ് മുകേഷിൻ്റേത്. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ഹോട്ടലിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നാണ് നടിയുടെ മൊഴി. ജയസൂര്യ ഉൾപ്പെടെ സിനിമാ മേഖലയിലെ 7 പേർക്കെതിരെയാണ് ഈ നടി പരാതി നൽകിയത്. ജയസൂര്യക്കെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. ആദ്യത്തെ കേസ് ജയസൂര്യക്കെതിരെയായിരുന്നു. ഈ നടിയുടെ പേര്. തിരുവനന്തപുരം കൻ്റോൺമെൻറ്റ് പോലീസാണ് ജയസൂര്യക്കെതിരെ കേസെടുത്തത്. സെക്രട്ടേറിയറ്റിലെ സിനിമ ചിത്രീകരണത്തിനിടെ ശുചിമുറിയുടെ സമീപത്ത് വെച്ച് കടന്നുപിടിച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് നടിയുടെ ജയസൂര്യക്കെതിരെയുള്ള പരാതി. ഇടവേള ബാബു, മണിയമ്പിള്ള രാജു, കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് VS ചന്ദ്രശേഖരൻ എന്നിവർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇടവേള ബാബുവിനെതിരെ എറണാകുളം നോർത്ത് പോലീസാണ് കേസെടുത്തത്. ആലുവ സ്വദേശിനിയായ നടിയുടെ മൊഴി പ്രകാരമാണ് ആ കേസ്. അതും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് എടുത്തിരിക്കുന്നത്. അമ്മയിൽ അംഗത്വം നൽകാമെന്ന് പറഞ്ഞ് ഇടവേള ബാബു പീഡിപ്പിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത്. അതേസമയം ഫോർട്ട് കൊച്ചി പോലീസാണ് നടൻ മണിയമ്പിള്ള രാജുവിനെതിരെ കേസെടുത്തത്. ബലാത്സംഗ വകുപ്പും ചുമത്തി. പ്രൊഡക്ഷൻ കൺട്രോളർ നോബിളിനെതിരെയും കേസെടുത്തു. ബലാത്സംഗ വകുപ്പ് ചുമത്തിയാണ് കോൺഗ്രസ് നേതാവ് ചന്ദ്രശേഖരനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇതൊക്കെയാണെങ്കിലും ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസെടുത്തതിനാൽ മുകേഷിനെ CPM കൈവിട്ടേ പറ്റൂ. അറസ്റ്റുണ്ടായാൽ രാജിവെക്കണമെന്ന് തന്നെയാണ് പാർട്ടിയിലെ പല നേതാക്കളും പറയുന്നത്. പാർട്ടി നേതൃത്വവുമായി ആലോചിച്ചിട്ടാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അല്ലാതെ പോലീസ് കേസെടുക്കില്ല. മുകേഷിനെ സംരക്ഷിക്കാനോ ന്യായീകരിക്കാനോ രംഗത്തിറങ്ങേണ്ടതില്ലെന്നും CPM നിലപാടെടുത്തു. മുകേഷിനെതിരെ CPM-ൽ ഏറെക്കാലമായി വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഈ വിമർശനത്തിന് മൂർച്ച കൂടിയത്. 1.5 ലക്ഷം വോട്ടിന് NK പ്രേമേന്ദ്രനോട് പരാജയപ്പെട്ടതോടെ ജില്ലാ കമ്മിറ്റിയിൽ മുറുമുറുപ്പ് അന്നേ തുടങ്ങിയതാണ്. മുകേഷ് പാർട്ടിക്ക് വിധേയനല്ലെന്നും പാർട്ടി നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ലെന്നുമായിരുന്നു പ്രധാനപ്പെട്ട വിമർശനം. MLA എന്ന നിലയിൽ പാർട്ടിയുമായി യോജിച്ച് പ്രവർത്തിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. മുകേഷിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ പാർട്ടിക്ക് ക്ഷീണമായെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കഴിഞ്ഞ ദിവസം കൂടിയ യോഗത്തിൽ വിമർശനമുണ്ടായി. പ്രത്യേകിച്ച് വനിതാ അംഗങ്ങളാണ് ആ വിമർശനം ഉയർത്തിയത്. മുകേഷ് CPM അംഗമല്ല. അതിനാൽ പാർട്ടി തല നടപടികൾ ഉണ്ടാകില്ല. അത് പാർട്ടിയുടെ ഒരു സ്ഥാനത്തുമില്ല. പക്ഷേ പാർട്ടി ചിഹ്നത്തിലാണ് മുകേഷ് മത്സരിച്ചത്. ഉടൻ തന്നെ മുകേഷിനെ പോലീസ് ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. തെളിവുകൾ എതിരായാൽ അറസ്റ്റിലേക്ക് കടക്കും. 2016-ലാണ് മുകേഷ് ഇടതു സ്വതന്ത്രനായി കൊല്ലം നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുകയും 17,611 വോട്ടിന് വിജയിക്കുകയും ചെയ്തത്. 2021-ലും വിജയം ആവർത്തിച്ചു.